ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രുചികരമായ ബീൻസ് തോരൻ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ബീൻസ് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇരുമ്പ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ നമുക്ക് കിട്ടുന്നുണ്ട്. പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ബീൻസ് തോരൻ വെച്ചിട്ട് രുചി കിട്ടുന്നില്ല, അതുപോലെ തന്നെ പച്ചനിറം കിട്ടുന്നില്ല എന്നൊക്കെ. രുചികരമായ ബീൻസ് തോരൻ വെക്കുമ്പോൾ ആവശ്യത്തിന് ഫ്രഷ് തേങ്ങാപ്പീര തന്നെ ചേർക്കുക. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒത്തിരി വെന്ത് പോകാതിരിക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ബീൻസ് ആകുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെക്കുക. അത് ഏകദേശം ഒരു 15 മിനിറ്റ് അങ്ങനെ വെച്ചിരുന്നിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ 2 സൈഡും കട്ട് ചെയ്ത് കളയുക. മൂത്ത ബീൻസ് ആകുമ്പോൾ നാര് പോലെ ഉണ്ടാകും, നമ്മൾ അതുകൂടി എടുത്ത് കളയേണ്ടി വരും. അതുപോലെ തന്നെ ഇളം ബീൻസാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. ബീൻസ് തോരൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് ആദ്യം തന്നെ ബീൻസ്, അത് നമ്മൾ ചെറുതായിട്ട് അരിയുക. കട്ടി കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്, എന്നാൽ ഒത്തിരി വലിയ കട്ടിയുമല്ല, ഒത്തിരി നേർമയില്ലാത്ത രീതിയിൽ അരിഞ്ഞെടുക്കുക. ഇത് ഇളം ബീൻസ് നമ്മൾ ബീൻസ് വാങ്ങിക്കാൻ പോകുമ്പോൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഒത്തിരി മൂത്ത ബീൻസ് അല്ലാത്തത് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ അത് നോക്കി വാങ്ങിക്കുക. പിന്നെ ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഞാനിവിടെ പച്ചമുളകും ചുവന്ന മുളകും കൂടി മിക്സ് ചെയ്തിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. ഞാനൊരു 1/4 കിലോയോളം ബീൻസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് താളിക്കാനായിട്ട് കടുക്, കറിവേപ്പില, ഉണക്കമുളക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉണക്കമുളക് ഇതിലേക്ക് 2ആയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ജസ്റ്റ് ഒന്നൊരു വാടി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് ബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ ഒരു ബീൻസ് മുറിയാത്തതുണ്ട് കേട്ടോ, അതൊന്ന് എടുക്കണം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇനി ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ വേവ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു പകുതി വേവായിട്ടുണ്ട്. നമുക്കിനി പീര ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി മൂടി വെച്ച് ഒരല്പം കൂടി വേവിക്കാം.
ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബീൻസിൻ്റെ നിറമൊന്നും മാറാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇളം ബീൻസ് നമ്മൾ തിരഞ്ഞ് വാങ്ങിക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇത് വെന്തോന്ന് നോക്കട്ടെ. ഒരല്പം കൂടി ഉപ്പ് വേണം. നമ്മുടെ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിലൊട്ടും വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് ഇളയ ബീൻസാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ബീൻസിലുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ മൂത്ത ബീൻസാണ് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ നമ്മളൊരല്പം വെള്ളം ഇതിലേക്ക് തളിച്ചു കൊടുക്കേണ്ടി വരും. ചെറിയ അളവിൽ, കൂടി പോകരുത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി എന്തായാലും നിങ്ങൾ ബീൻസ് തോരൻ വെക്കുന്ന രീതി എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. രുചികരമായിട്ടുണ്ടാക്കാനായിട്ട് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി പറയുക. തീർച്ചയായിട്ടും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.